അങ്ങനെ സുമയുടെ വാക്ക് കേട്ട് പത്മ കിച്ചണിലേക്ക് ഓടി വരികയാണ് ട്ടോ. ആ സമയത്ത് കാണുന്നത് ഓംലെറ്റെല്ലാം റെഡിയാക്കി പ്ലേറ്റിലേക്ക് ഇട്ട് കഴിക്കുന്ന സൂര്യയാണ് ട്ടോ. അങ്ങനെ അവൻ ആഹാ എന്ത് ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് കഴിക്കാൻ തൊട്ടടുത്ത് രാജുവും നന്ദിനിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് രാജു പത്മം അവിടെ വന്നു നിൽക്കുന്നത് കാണുന്നത്. അവൻ മെല്ലെ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് നന്ദിനിയും സൂര്യയും മാത്രം കിച്ചണിൽ തനിച്ചാവുകയാണ്. അപ്പോഴാണ് സൂര്യയുടെ ശ്രദ്ധയിലും അമ്മ വന്ന് നിൽക്കുന്നത് കാണുന്നത്. അവൻ മനഃപൂർവ്വം നന്ദിനി പറയുന്നത്, നന്ദിനി എന്ത് ടേസ്റ്റിലെ നീ ഉണ്ടാക്കി തന്ന ഭക്ഷണമല്ലേ, എന്നിട്ടെന്താ നീ കഴിക്കാത്തത്, ആ വായ കാണിക്കേ, വാ നിനക്ക് ഞാൻ ഭക്ഷണം തരാം എന്ന് പറയാണ്. അപ്പോൾ നന്ദിനി എനിക്ക് വേണ്ട സാർ എന്ന് പറയാണ്. അത് പറഞ്ഞാൽ പറ്റില്ല, പണിയെടുക്കണമെങ്കിൽ നിനക്കും വേണ്ടേ ഭക്ഷണം, പണിയെടുക്കുന്നവരെ അതിൻ്റെതായ രീതിയിൽ റെസ്പെക്ട് ചെയ്യാൻ വേണം പഠിക്കണം, എനിക്കതറിയാം, നീ വാ കാണിക്കുന്ന നന്ദിനി എന്ന് പറയാണ്. വേണ്ട എന്ന് ഒരുപാട് തവണ പറയാൻ നന്ദിനി, പക്ഷെ സൂര്യ ഉണ്ടോ വിടുന്നത്, അവൻ അവളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നന്ദിനി അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചുണ്ടിലും മറ്റൊക്കെ പറ്റി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഓംലെറ്റിന്റെ പൊട്ടുകൾ. അമ്മ കാണാൻ വേണ്ടിയിട്ട് അവൻ അയ്യോ നിന്റെ ചുണ്ടിലായോ, വാ ഈ ഏട്ടൻ തട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് അവനൊക്കെ തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം കാണുന്ന പത്മനെ സഹിക്കുന്നില്ല. അപ്പോഴാണ് കേട്ടോ നന്ദിനി എന്താ സാർ ഇതൊക്കെ എന്ന് പറഞ്ഞ് തിരിയാൻ. അപ്പോൾ പത്മത്തെ കാണിട്ട് അവളും ആകെ പേടിച്ച് നിൽക്കുകയാണ്. നന്ദിനിയും കണ്ടു കഴിഞ്ഞു എന്ന് കാണുമ്പോൾ പത്മം അവിടെ നിന്നും സ്ഥലം വിടുകയാണ്. സൂര്യ പറയുന്നത്, നീ എന്റെ ഭാര്യ, ഈ ലോകം മുഴുവൻ നിന്നെ കാണേണ്ടതാണ്, അതുകൊണ്ട് നീ സുന്ദരിയായിട്ട് തന്നെ നിൽക്കണം, നമ്മൾ ആരെയും മൈൻഡ് ചെയ്യാൻ പാടില്ല. പത്മം പോകുമ്പോൾ അയ്യോ പോവുകയാണോ, പോകല്ലേ അമ്മേ എന്നൊക്കെ അവൻ പരിഹസിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞേ കൊണ്ടേയിരിക്കുകയാണ്. എന്താ സാർ ഇതൊക്കെ എന്ന് പറയുന്നുണ്ട് നന്ദി. നീ ചുമ്മാ മിണ്ടാതിരിക്കേ എന്ന് പറയാണ്ടവൻ. അങ്ങനെ അവൻ ബാക്കിയുള്ള ഓംലെറ്റെല്ലാം എടുത്തു കഴിഞ്ഞ് കയ്യും കഴുകി അവിടെ നിന്ന് പോവാണ്. നന്ദിക്കാണെങ്കിലോ ആകെ വിഷമാവാണ്. റൂമിലെത്തിയ പത്മം ദേഷ്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴാണ് അവളുടെ ബുദ്ധിയിൽ എന്തോ ഒരു കാര്യം തെളിയുന്നത്. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് അവൾ കോൾ ചെയ്യാണ്. അപ്പുറത്ത് ഫോൺ എടുക്കുന്ന ആ സ്ത്രീ പറയുന്നുണ്ട്, ഹലോ പത്മ, കുറെ ദിവസമായിട്ടില്ല വിളിച്ചിട്ട്, എന്തുകൊണ്ടാണ് നീ വിളിക്കാതിരിക്കുന്നത്, ഞാൻ ഇവിടെ കടലിന്റെ പുറത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് വിളിക്കാനൊന്നും തോന്നിയില്ല, എത്ര ദിവസമായെന്നറിയോ ഓഫീസിൽ പോയിട്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത് അത് എന്ത് പറ്റി. അങ്ങനെ പത്മൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാൻ. വിവാഹം കഴിച്ചത് നന്ദിനിയാണ്, പിന്നീട് ഉണ്ടായ കാര്യങ്ങളും ഇപ്പോൾ ഓംലെറ്റ് വാരി കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ അവൾ ദേഷ്യത്തോടു കൂടി തന്നെ പറയാണ്. കേട്ടു നിൽക്കുന്ന അവർക്കും അത്ഭുതം തോന്നുകയാണ്. അയ്യോ എങ്ങോട്ട് തിരിഞ്ഞാലും അവളുടെ മുഖം, ഈ വീട്ടിനകത്ത് അവളെ പേടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയായി എനിക്കിപ്പോൾ. സൂര്യ ഇതിനു മുൻപും എന്നെ ദേഷ്യം പീഡിപ്പിക്കാൻ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ അവളാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്, അവളാണ് അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ പത്മ പറയാം. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ അവരുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, എങ്കിൽ അതൊന്നും വിട്ടുകൊടുത്തുകൂടെ പത്മം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, വേലക്കാരികൾ വേലക്കാരിയാണെന്നുള്ള ബോധം അവർക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കണം. പത്മം ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞാൻ രാവിലെ തന്നെ അങ്ങോട്ട് എത്തിക്കോളാം, അവളുടെ ചങ്കൂറ്റം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. അപ്പോൾ പത്മം ചോദിക്കുന്നത്, നീ വരുമോ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ നിങ്ങളുടെ ബന്ധു എന്ന് പറഞ്ഞ് നടക്കുന്നത്. നാളത്തെ ദിവസം പത്മ നോക്കിക്കോ, അവൾ പത്മയുടെ മുന്നിൽ നിന്ന് കരയും, താൻ ഫോൺ വെച്ചോ എന്നും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യാട്ടോ. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് ട്ടോ. നന്ദിനിയായിട്ട് രാവിലെ തന്നെ ചൂലെടുത്ത് അകമെല്ലാം വൃത്തിയാക്കുന്ന തിരക്കിലാണ്. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. അവൾ ഡോർ തുറന്നിട്ട് ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇന്നലെ വിളിച്ച പത്മന്റെ ഫ്രണ്ട് ആയിരുന്നു. അവർ അടിമുടിയൊന്ന് നന്ദിനിയെ നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നത്, നീ ആരാ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, നീ ആരാണ് എന്ന് ചോദിക്കാണ്ട്. അപ്പോൾ നന്ദിനി പറയുന്നത്, അതെ ഞാൻ ഇവിടുത്തെ വേലക്കാരി. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഇതിനു മുൻപ് ഞാൻ ഇവിടെ വന്നപ്പോൾ നിന്നെ കണ്ടിട്ടില്ലല്ലോ. നന്ദിനി പറയാണ്, ഞാനിപ്പോൾ അടുത്താണ് വന്നത്. അപ്പോൾ അവർ വഴക്ക് പറയാട്ടോ. പുറത്തു നിന്നും ഒരാൾ വരുമ്പോൾ ചൂലും കയ്യിൽ വെച്ചുകൊണ്ടാണ് അവിടെ സ്വീകരിക്കുന്നത്. എവിടുന്നാണ് നീ ഇതൊക്കെ പഠിച്ചത്, കയറി വരുന്നവർ ആരാണ്, അവരുടെ സ്ഥാനം എന്താണ്, ഇതൊന്നും അറിയാതെ ചൂലും കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറയാട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അത് ഞാനിവിടെ തൂത്തുവാരിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓഹോ, അപ്പോൾ എന്ത് പറഞ്ഞാൽ നിനക്കതൊക്കെ മാറ്റി വെച്ച് വരാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ട് അല്ലടി. അല്ല മാം എന്നൊക്കെ പറഞ്ഞ് അവൾ നോക്കി നിൽക്കാൻ. എന്താ നിന്റെ മുഖത്ത് ഇത്ര ഗൗരവം, വേലക്കാരിയാണെന്ന് പറഞ്ഞിട്ട് ആ ലക്ഷണമൊന്നും നിന്റെ മുഖത്തില്ലല്ലോ. എല്ലാം കേൾക്കുമ്പോൾ നന്ദിനി ഒന്നും പറയാതെ അകത്തേക്ക് പോവാൻ നിൽക്കാൻ. നിൽക്ക്, എങ്ങോട്ടാ നീ പോകുന്നത് എന്ന് ചോദിക്കേണ്ടവൻ. നന്ദിനി പറയുന്നുണ്ട്, ഇവിടെയുള്ളവരെ വിളിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോ, നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നീ ഒരു അഹങ്കാരിയാണെന്ന്. വീട്ടുജോലിക്കാർക്ക് ഇത്രയും അഹങ്കാരത്തിന് ആവശ്യമില്ല കേട്ടോടി. ഇങ്ങനെ പറഞ്ഞ് അവളെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ട്ടോ പിന്നിൽ നിന്നും പത്മ വന്നിട്ട് ജയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി പോകും. എന്നിട്ട് ജയയോട് എല്ലാം ഓക്കെ എന്ന രീതിയിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കാൻ ശേഷം ചോദിക്കുകയാണ്, എന്താ പത്മം ഇതൊക്കെ, ഇങ്ങനെ ഒരാളാണോ വീട്ടുജോലിക്ക് വെക്കുന്നത്, ഒരു മനുഷ്യനോട് ഒന്ന് നന്നായിട്ട് പെരുമാറാൻ പോലും അറിയില്ല ഇവൾക്ക്. പൊതുവെ ഇവൾമാർക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയാലും മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് കയറാമെന്നുള്ള ഒരു അഹങ്കാരമുണ്ടല്ലോ, അതിനെന്താണ് മാർഗം എന്നറിയാമോ, പറഞ്ഞു വിടുമ്പോൾ കൈയും കാലും തല്ലി ഓടിച്ചിട്ട് വേണം വിടാൻ. കുറച്ചു കാലം കിടന്ന കിടപ്പിൽ കിടക്കുമ്പോഴേ ഇവൾമാരൊക്കെ പഠിക്കൂ. അപ്പോൾ പത്മ ആകട്ടെ അവളെ നോക്കി പരിഹസിച്ചു കൊണ്ടു ചിരിക്കാണ്. എന്നിട്ട് വരൂ ജയ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചോണ്ട് പോവാൻ. ആ സമയത്ത് ജയ പിന്നോട് നോക്കിയിട്ട് നന്ദിനിയോട് പറയുന്നത്, എനിക്കൊരു ചായ വേണം, എന്താ പറ്റുമോ. തരാം മാഡം എന്ന് പറയാൻ ട്ടോ നന്ദിനി. അപ്പോൾ ആ ജയ പറയാണ്, നീയും നിന്റെ കുടുംബക്കാരും കഴിക്കുന്നത് പോലുള്ള കാടി വെള്ളം ആവരുത്, വൃത്തി ഉണ്ടാകണം, ചെല്ല് എന്ന് പറയാൻ ട്ടോ. അവരുടെ ഈ വാക്കുകളൊക്കെ കേട്ട് നന്ദിനി ഒന്നും മിണ്ടാതെ അന്തം വിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ പത്മവും ജയയും മുഖത്തോട് മുഖം നോക്കി ചിരിക്കാൻ. പിന്നീട് അവർ പത്മയുടെ റൂമിലെത്തിയാണ് കേട്ടോ. അപ്പോൾ ജയ പറയുന്നത്, പത്മം മറ്റുള്ളവർ പരിഭ്രമിച്ചു നിൽക്കുന്ന സ്ഥലങ്ങളിൽ ചങ്കൂറ്റത്തോടെ കാര്യങ്ങൾ നേരിടുന്ന പത്മത്തെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ പത്മത്തിന് എന്ത് പറ്റി ഇവളുടെ മുന്നിൽ എന്ന് ചോദിക്കാൻ. അപ്പോൾ പത്മ പറയുന്നത്, അവൾക്കും എനിക്കുമിടയിൽ ഒരാളുണ്ട്, സൂര്യ. അവൻ കരുതി കൂട്ടി എന്നെ ദേഷ്യം പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ ജയ ചോദിക്കുകയാണ്, അതല്ലാതെ അവർ തമ്മിൽ ശക്തമായിട്ട് വല്ല ബന്ധവുമുണ്ടോ? അതായത് അവർ ഭാര്യയും ഭർത്താവുമായിട്ട് ശരിക്കും ജീവിച്ചു തുടങ്ങിയോ? അപ്പോൾ പത്മം പറയുന്നത്, അതൊന്നും എനിക്കറിയില്ല. എന്റെ മുന്നിൽ വെച്ച് അവർ ഓമനിക്കലും താലോലിക്കലും എല്ലാം ഉണ്ട്. അപ്പോൾ ജയ പറയുന്നത്, ഇതങ്ങനെ വിട്ടുകൊടുക്കുന്നത് അപകടമാണ് പത്മ. ഏതോ ഒരു ചാണകക്കുഴിയിൽ കിടക്കുന്ന അവൾ നാളെ സൂര്യയുടെ ഭാര്യ എന്ന അധികാരത്തിൽ വന്നാൽ അവൾ നാളെ നേരെ പത്മയുടെ മുന്നിൽ വന്ന് നിൽക്കും. അതുകൊണ്ട് തല്ലിക്കൊഴിക്കാനുള്ളത് ഇപ്പോൾ തന്നെ തല്ലിക്കൊഴിക്കണം. അപ്പോഴാണ് നന്ദിനി നല്ല ചായയൊക്കെ റെഡിയാക്കിയിട്ട് ജയക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. എന്നിട്ട് അവൾ തിരികെ പോകാൻ നിൽക്കുമ്പോൾ ജയ ചോദിക്കുകയാണ്, ഈ വീടിന്റെ തറ തുറച്ചിട്ട് എത്ര ദിവസമായി? അപ്പോൾ നന്ദിനി തറ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇന്നലെ തുറച്ചതാണ്. എന്നിട്ടെങ്ങനെ ഈ വീടിനകത്ത് ഇത്രയും അഴുക്ക്? ദേ എന്റെ കാലാകെ നാശമായില്ലേ, പോയി തുണി തുറച്ചോണ്ട് വാ എന്ന് പറഞ്ഞ് നന്ദിനിയെ വിടേണ്ടോ. നന്ദിനി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ പത്മൻ ചോദിക്കുന്നു, എന്താ ജയ നീ ഉദ്ദേശിക്കുന്നത്? അതൊക്കെയുണ്ട്, നീ കണ്ടോ എന്നവർ പറയാൻ. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ നന്ദിനി ഒരു തുണി എടുത്തിട്ട് അവിടെ എത്തുകയാണ് കേട്ടോ. അപ്പോൾ ആ ജയ പോയിട്ട് ചെയറിൽ ഇരിക്കുകയാണ്. എന്നിട്ട് നന്ദിനിയോട് പറയാണ്, എന്റെ കാൽ തുളച്ച് വൃത്തിയാക്കുക. ഇത് കേട്ട് നന്ദിനി ആകെ ഷോക്കാവുകയാണ്. എന്നിട്ട് പത്മത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പത്മമാകട്ടെ യാതൊന്നും അറിയാത്ത മട്ടിൽ അവിടെ നിൽക്കുകയാണ് കേട്ടോ. എന്താ നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്നവർ വീട് ചോദിക്കാൻ. അങ്ങനെ വളരെ വിഷമത്തോടു കൂടി നന്ദിനി അവരുടെ കാൽ തുടക്കാൻ വേണ്ടിയിട്ട് തറയിലിരിക്കുകയാണ്. ഒരു കാൽ തുടച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത കാൽ നീട്ടി കാണിച്ചു കൊടുക്കുക. അതിനിടയിൽ അവർ നന്ദിനിയുടെ കയ്യിൽ നന്നായിട്ട് ചവിട്ടി പിടിക്കാൻ. നന്ദിനി വേദന കൊണ്ട് അയ്യോ ആ മേഡം എന്നൊക്കെ വിളിക്കുന്നു. എന്നാൽ പത്മമാകട്ടെ ഒന്നും കാണാത്ത തിരിഞ്ഞു നിന്ന് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജയ പറയുന്നത്, എന്തിനാണ് ഈ കിടന്ന് അലർന്നേ? ജോലിക്ക് കൊണ്ട് നിർത്തിയാൽ അത് മാത്രം ചെയ്യുക. അതിനപ്പുറം എന്തെങ്കിലും ചിന്തിച്ചാൽ ഇതായിരിക്കും നിനക്കുള്ള ശിക്ഷ. അങ്ങനെ ഒരുവിധം നന്ദിനി അവളുടെ കൈ അവളുടെ കാലിനടിയിൽ നിന്നും വലിച്ചെടുക്കാൻ. എന്നിട്ട് അവൾ കൈ നോക്കിയിട്ട് കരയാണ്. എന്താണ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ട്? എഴുന്നേറ്റ് പോടി അവിടെ നിന്നും എന്ന് പറയട്ടെ ജയ. അങ്ങനെ അവിടെ നിന്നും എഴുന്നേറ്റ് പോവാട്ടോ നന്ദിനി. എന്നിട്ട് സന്തോഷത്തോടെ നീച്ചുകൊണ്ട് ജയ പത്മത്തോട് പറയാണ്, കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ 2-3 പ്രാവശ്യം ഉണ്ടായ അവൾ പിന്നെ ഇവിടെ നിൽക്കത്തില്ല. നീയും നിന്റെ മക്കളും അറിഞ്ഞെന്ന് ചിന്തിച്ചാൽ മതി. ദ്രോഹിക്കാവുന്നതിന് പരമാവധി ദ്രോഹിക്കണം. പിന്നെ അവൾ ഒരു വാക്കുപോലും മിണ്ടില്ല. തനിക്ക് പറ്റും പത്മ എന്ന് പറയാൻ. പക്ഷെ പത്മമാട്ടെ അതിനൊന്നും മറുപടി പറയാൻ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് തല കുലുക്കി നിൽക്കുകയാണ്. അതേസമയം സൂര്യയുടെ റൂമിലെത്തിയ നന്ദി അവിടെ ചുമരും ചാരി നിന്ന് പൊട്ടിക്കരയാൻ. പിന്നീട് അവൾ സൂര്യയെ ശ്രദ്ധിക്കുന്നത്. അവൻ നന്നായി മദ്യപിച്ച് കട്ടിൽ കിടന്ന് ഉറങ്ങാൻ. അത് കാണുമ്പോൾ നന്ദിനിക്ക് ദേഷ്യം വരികയാണ്. അവൾ അവന്റെ കൈയിലുള്ള മദ്യക്കുപ്പി തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന കുപ്പിയും അലമാരയിലുള്ളതും എല്ലാം എടുത്ത് ബെഡിൽ കൂട്ടി വെക്കുകയാണ്. എന്നിട്ട് അവൾ ചിന്തിക്കുന്നുണ്ട്, ഈ നാശം പിടിച്ച മദ്യക്കുപ്പി ആദ്യം ഒഴിവാക്കും, എങ്കിലേ എല്ലാം നേരെയാവുകയുള്ളൂ. അങ്ങനെ അവൾ ഇതെന്താണ് ചെയ്യുക എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ ചെയർ എടുത്ത് കൊണ്ടുവന്നിട്ട് അലമാരയുടെ ഏറ്റവും മുകളിലേക്ക് ആ മദ്യക്കുപ്പികളെല്ലാം ഇട്ട് ഒളിപ്പിച്ച് വെക്കുകയാണ്. എന്നിട്ട് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി എന്ത് സംഭവിച്ചാലും ഇതിനി ആരും കാണാൻ പോകുന്നില്ല. അവൾ പുറത്ത് പോയിട്ട് ചൂലും കൊണ്ട് തിരികെ വരികയാണ്. എന്നിട്ട് സൂര്യ ഉറങ്ങുന്നത് മുൻപിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നു. ശേഷം ദേഷ്യത്തോടു കൂടി തന്നെ അവൾ ആ റൂം തൂത്തുവാരിയാണ്. അല്പസമയം കഴിഞ്ഞ് സൂര്യ ഉണരുകയാണ്. അവൻ നന്ദിനിയെ കാണുമ്പോൾ നന്ദിനി ഗുഡ് മോർണിംഗ് എന്ന് പറയാം. നന്ദിനി അവിടെ ദേഷ്യത്തോടു കൂടി തൂത്ത് വാരിക്കൊണ്ടിരിക്കാണ്ട്. അവളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ച് പറയാനുള്ള ഒരു മര്യാദയൊക്കെയുണ്ട് എന്ന് പറയാണ്ട സൂര്യ. അപ്പോഴും നന്ദിനി മൈൻഡ് ആക്കുന്നില്ല. വേണ്ടെങ്കിൽ വേണ്ട, എനിക്കെന്താ എന്ന് പറഞ്ഞ് സൂര്യ ചാടി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോവാണ്. അല്പസമയം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് സൂര്യ പുറത്ത് വരികയാണ്. എന്നിട്ട് അവൻ സ്വയം പറയാണ്, ഒന്നും നേരെയാകുന്നില്ലല്ലോ, ഒന്ന് അടിച്ചാൽ സെറ്റ് ആകും. എവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് അവൻ ബ്ലാങ്കറ്റെല്ലാം പൊക്കി നോക്കുക. പിന്നീട് പില്ലോയും പൊക്കി നോക്കുന്നില്ല. ഇതൊക്കെ എവിടെ പോയി? ഉറങ്ങുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്നതാണല്ലോ. എന്നെ ചതിച്ചിട്ട് നീ എവിടെ ഇരിക്കുന്നത്? അലമാരയിൽ ഇരിപ്പുണ്ടല്ലേ എന്ന് പറഞ്ഞ് അലമാര തുറന്ന് നോക്കുകയാണ്. പക്ഷെ അതിലും ഒരെണ്ണം പോലും കാണാൻ കഴിയുന്നില്ല. സൂര്യ അവരുടെ ഡ്രസ്സുകളെല്ലാം മാറ്റി തിരഞ്ഞു നോക്കുകയാണ്. പക്ഷെ അവിടെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. നന്ദിനി ആട്ടെ ഒന്നും അറിയാത്തതുപോലെ തൂത്ത് വാരിക്കൊണ്ടേ ഇരിക്കുകയാണ്. ശേഷം അവൻ നന്ദിനിയോട് ചോദിക്കുന്നു, അതെ നന്ദിനി, ഇവിടെ ഇരുന്ന ബോട്ടിലുകളൊക്കെ എവിടെ പോയി? അപ്പോൾ നന്ദിനി ഞാൻ കണ്ടില്ല എന്ന് പറയാൻ. സൂര്യ പറയുന്നത്, എടോ നമ്മുടെ മുറിയിൽ ഞാനും താനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും കാണാതായാൽ നീയോ ഞാനോ അറിയും. അപ്പോൾ നന്ദിനി ദേഷ്യത്തോടു കൂടി ചൂല് പൊക്കിയിട്ട് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറയാട്ടോ. ഇത് കേൾക്കുന്ന സൂര്യ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കാട്ടോ അവളെ. ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് ദേഷ്യം വരികയാണ്. അവൻ ബെഡിൽ പോയിട്ട് വീണ്ടും തിരയാട്ടോ അവന്റെ കുപ്പികളെല്ലാം എവിടെയാണ്. അത് കാണാതാകുമ്പോൾ അവൻ ദേഷ്യം വന്നിട്ട് പില്ലൊക്കെ എടുത്ത് നിലത്തേക്ക് എറിയാ. ഷോ എവിടെ പോയി എന്നൊക്കെ അവൻ പറയാട്ടോ. അങ്ങനെ നന്ദിനി ആവട്ടെ ഒന്നും അറിയാത്ത രീതിയിൽ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാട്ടോ. പിന്നീട് കാണിക്കുന്നത് ഹാളിലിരിക്കുന്ന പത്മയും മക്കളെയുമാണ് കേട്ടോ. ഇന്ദ്രജ വന്നിട്ട് അവൾക്ക് ചായ കൊണ്ടുവരാൻ പറയാണ്. അങ്ങനെ ചായ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഹാളിലിരിക്കുന്ന ഇന്ദ്രജക്കും അവളുടെ ഹസ്ബൻഡിനും വേദയ്ക്കും കൂടി ചായ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അവരതെല്ലാം വാങ്ങുകയാണ് കേട്ടോ. അതേസമയം പത്മക്കാവട്ടെ അവൾ ജ്യൂസും ആട്ടോ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നത്
മാഡം ഇതാ ജ്യൂസ് എന്ന് പറയുന്നുണ്ട് നന്ദി. ആദ്യം പത്മ ഒന്ന് മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നീട് അത് വാങ്ങി കുടിക്കാൻ കേട്ടോ. അത് കുടിച്ചതും പത്മത്തിന്റെ മുഖഭാവം ആകെ മാറുകയാണ്. ഷോ ഇത് എന്തൊരു എരിവാണ്, ഇതിന് എന്താണ് ഇതിൽ കലക്കി വെച്ച്, നിനക്കെന്താ അഹങ്കാരമായോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ജ്യൂസ് എടുത്തിട്ട് നന്ദിനിയുടെ മുഖത്തേക്ക് ഒഴിക്കാൻ കേട്ടോ. നന്ദിനി ആവട്ടെ അയ്യോ ആ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാൻ കേട്ടോ. ശരിക്കും ആ ജ്യൂസിൽ ആരോ മുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നന്ദിനിയുടെ അറിവോടെ ആയിരുന്നില്ല. മേഡം സത്യമായിട്ടും ഇതിൽ എന്താണ് ചേർത്തതെന്ന് എനിക്കറിയില്ല, ഞാനല്ല ഇതിൽ മുളകൊന്നും ചേർത്തത്, എന്റെ കണ്ണ് നീറുന്നു എന്ന് പറഞ്ഞ് അവൾ കരയാട്ടോ. ഇത് കാണുന്ന ഇന്ദ്രജയും വേദയും ഇരുന്ന് ചിരിക്കാൻ. പത്മാകട്ടെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുന്നേയില്ല. എന്നാൽ ഇന്ദ്രയുടെ ഹസ്ബൻഡിനെ ഇതെല്ലാം കാണുമ്പോൾ നന്ദിനിയോട് പാവമായിട്ട് തോന്നുന്നത്. ഇവർ ചിരിക്കുന്നത് നോക്കി നിൽക്കുകയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ നന്ദിനി കരഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് എത്തുക. അത് കാണുന്ന രാജുവേട്ടന് ആകെ വിഷമാവട്ടെ. എന്ത് പറ്റി മോളെ, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി കരഞ്ഞുകൊണ്ട് ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ട് മുഖം അതിൽ മുക്കിയെടുക്കാൻ കേട്ടോ. അങ്ങനെ ഒരുവിധം അവൾക്ക് ആശ്വാസമാകുകയാണ്. ആ സമയത്ത് അവൾ രാജുവേട്ടന് പറയുന്നുണ്ട്, രാജുവേട്ടാ ഞാൻ പത്മ മേഡത്തിന് ഉണ്ടാക്കിയ ജ്യൂസ് എങ്ങനെയാണ് മാറിയത്? ആ ജ്യൂസിന് നല്ല എരിവായിരുന്നു, എന്റെ കണ്ണിലോട്ട് ഒഴിച്ചതും എനിക്ക് നീറി പുകയായിരുന്നു. ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. രാജുവേട്ടൻ പറയുന്നത്, നന്ദിനി മോളെ ശരിക്കും ഈ രാജുവേട്ടനൊന്നും അറിയില്ല, ഞാൻ നിന്നെ ഒരിക്കലും ചതിക്കില്ല. പക്ഷേ ഈ വീടിനകത്തിരിക്കുന്ന ആരോ ഒരാൾ തന്നെയാണ് എനിക്ക് ഈ പണി തന്നിരിക്കുന്നത്, മോൾ സൂക്ഷിക്കണം എന്ന് പറയാൻ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, എന്നാലും ആരായിരിക്കും രാജുവേട്ടാ? ഇവിടെയുള്ള മാഡംമാർ ആരും അടുക്കളയിൽ കയറാറില്ല, പിന്നെ ആകെയുള്ളത് സുമേച്ചയാണ്. ഇനി അവരെയും എനിക്ക് സംശയിക്കേണ്ടി വരുമോ? ശരിക്കും ആരാണ് എന്നോട് ഈ ക്രൂരത ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവൾ പൊട്ടിക്കരയാൻ കേട്ടോ.